നോ സീസ് ഫയർ, വെടി നിർത്തരുത് ഗസയിൽ. നോ കോംപ്രമൈസ്, ഒരു അനുരഞ്ജനവും പാടില്ല. നോ ഫോർഗീവ്നെസ്, മാപ്പും കൊടുക്കരുത് അവർക്ക് എന്ന് പറഞ്ഞ ഒരു ദുഷ്ടനുണ്ട്, ജെയിംസ് വുഡ്. ഇവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ആ നാട് ചത്തുപോകട്ടെ, തുലയട്ടെ, വിട്ടുവീഴ്ച ചെയ്യരുത്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രയേൽ അനുരഞ്ജനം സമ്മതിക്കാതെ നിൽക്കുകയാണ്. ഇസ്രയേൽ പാടില്ലെന്നാണ് പറയുന്നത്. ലോകം മുഴുവൻ വെടി നിർത്താൻ പറയുമ്പോൾ, അമേരിക്കയും പറയുമ്പോൾ, ബൈഡനും അത് വേണം, ട്രംപിനും വേണം, അത്രേ, എല്ലാവർക്കും വേണം. പക്ഷെ ഞങ്ങൾ വഴങ്ങൂല്ല എന്ന്. ഇവൻ എന്ത് വഴങ്ങിയില്ലെങ്കിൽ, ഇവൻ എന്ത് പോക്കിരിത്തരം കാണിച്ചാലും ഇവൻ്റെ നേരെ ആരും വിരൽ ചൂണ്ടില്ല എന്നവനറിയാം. പറയലും പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ, നടപടി ഉണ്ടാകില്ല എന്നവനറിയാം. അതുകൊണ്ട് ട്രംപ് പറഞ്ഞാലും ബൈഡൻ പറഞ്ഞാലും ഇല്ല, ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ് ഇപ്പോഴും ആ മനുഷ്യ കുഞ്ഞുങ്ങളെ കൊന്നു തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഹമാസ് അന്നൊരാക്രമണം നടത്തിയെന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് 50,000-ലേറെ മനുഷ്യരെ മക്കളെ കൊന്നുകൾ. ഈ വെടി ഇതൊന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അത് പാടില്ലെന്ന് ഇങ്ങനെ പ്രസ്താവന ഇറക്കിയ ഈ ദുഷ്ടൻ, ഈ ദുരന്തം വന്നപ്പോൾ അവൻ്റെ വീടുകൾ മുഴുവൻ കത്തിച്ചാമ്പലായി. സ്വാഭാവികമായിട്ടും മനുഷ്യൻ ഈ വൃത്തികേട് പറഞ്ഞവനോട് ഒരു ദേഷ്യം വരില്ലേ? ഇവന് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് സ്വാഭാവികമായിട്ടും മനുഷ്യൻ ദൈവവിശ്വാസികൾ വിശ്വസിച്ച് പോകില്ലേ? അതിനിപ്പോൾ അവരെ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? ഉണ്ടോ? അവൻ വന്ന് പൊട്ടിക്കരയുകയാണ്, എനിക്കെല്ലാം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട്. അവൻ്റേതാണോ? അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീടാണോ? 288 കോടിയാണത്ര ഒരു വീട്. ഇത് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ 9:11 9:11 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? 9:11 എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കി പറഞ്ഞാൽ അമേരിക്കയിലെ ടിൻ ടവർ 9:11. ഖുർആനിലെ 9-ാമത്തെ സൂക്തത്തിൽ 11-ാമത്തെ ജുസ്ഇൽ 110 നിലയായിരുന്നു. 110-ാമത്തെ ആയത്തിലാണ് ഇത് പറയണത്. അറിയാവോ? അപ്പോൾ അള്ളാഹു ഈ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് 9, 11, 110 നിങ്ങൾക്കെടുത്തു നോക്കിയാൽ ഈ കെട്ടിടം അഗ്നിയിൽ അമർന്ന് താഴുന്നതിനെക്കുറിച്ച് അള്ളാഹു പരാമർശിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒത്തിരി സ്ഥലത്തില്ല, 2 ഉള്ളൂ. പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം സബ്ഉൽ മഥാനിയാണ്, 2 വട്ടം ആവർത്തിക്കാറുണ്ട് ഖുർആനിൽ. ഇങ്ങനെ കെട്ടിടം തീയിൽ അമർന്നു പോകുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഖുർആനിൽ 2 പറയുന്നുണ്ട്. അതിലൊന്ന് 9, 11, 110 നിങ്ങൾ പോയി എടുത്ത് നോക്കിക്കോളി. അള്ളാഹുവിൻ്റെ ആയുധങ്ങൾ മാത്രമാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടത്. എപ്പോഴും അള്ളാഹു ഇവിടെ എന്താണ്, 1 വർഷത്തോളം തൊന്നാന്തരം മഴ പെയ്ത് വളരെ സമൃദ്ധമായി ഹരിതാപമായി കാനനം വളർന്നു. അതിനുശേഷം ഒരു തുള്ളി മഴ പെയ്യാതെ അതിനെ മുഴുവൻ കത്തിപ്പിടിക്കുന്ന അഗ്നി ഫ്യൂവലാക്കി മാറ്റി, ഇന്ധനമാക്കി മാറ്റിക്കൊണ്ട് 9 മാസക്കാലത്തോളം അവിടെ ഒരു തുള്ളി മഴ പെയ്യാതിരുന്നു. അതിനുശേഷം എവിടെ നിന്നറിയാതെ വഹും ലാ യശൂറൂൻ, ഇത് പറയുന്നിടത്തത് പറയുന്നുണ്ട്, സമയം വൈകിയതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അവരറിയാതെ എവിടെ നിന്നറിയാതെ ഇപ്പോഴും റീസൺ കണ്ടുപിടിക്കാത്ത ഒരു തീ അങ്ങോട്ട് പടർന്നപ്പോൾ അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി സാന്റാന എന്ന് പറയുന്ന കൊടുങ്കാറ്റും ഒപ്പം ചേരുകയാണ്. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളെ, ഈ പ്രകൃതിയിലെ വസ്തുക്കളെ ഒരുപാട് ചേർത്ത് വെച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ ചിലതൊക്കെ നടത്തുമ്പോൾ അല്ലാഹ് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാൻ നശിച്ചുപോയി. ലോകം വീണ്ടും ഒരു വലിയ ദുരന്തത്തിൻ്റെ വാർത്തയിലൂടെ കണ്ടും കേട്ടും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. കുറച്ച് ദിവസങ്ങളായി നമ്മൾ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശാസ്ത്ര, സാങ്കേതിക, സൈനിക, സാമ്പത്തിക ശക്തിയായി ലോകത്ത് അറിയപ്പെടുന്ന, താനാണ് ലോകം നിയന്ത്രിക്കാൻ ഒരേ ഒരു അവകാശി എന്ന് അഹങ്കരിക്കുന്ന, അഭിമാനിക്കുന്ന സാക്ഷാൽ അമേരിക്കയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പിടിച്ചു കെട്ടാനാവാത്ത ദുരന്തത്തിൻ്റെ കാഴ്ചകളും കേൾവികളുമാണ്. സാധാരണഗതിയിൽ നമ്മൾ പലപ്പോഴും അധികമായി കേൾക്കാറുള്ള ദുരന്തങ്ങൾ ഭൂകമ്പമാണ്, വെള്ളപ്പൊക്കമാണ്, കൊടുങ്കാറ്റൊക്കെയാണ്. പക്ഷേ ഇന്ന് നാം കേൾക്കുന്നത് വളരെ ഭീകരമായ തീയും എന്നാലൊപ്പം കാറ്റും ചേർന്ന് അമേരിക്കയെ ഒന്നാകെ, അമേരിക്കയിലെ ഏറ്റവും സമ്പന്ന നഗരങ്ങളെ, ഏറ്റവും സമ്പന്നന്മാർ പാർക്കുന്ന, ഏറ്റവും സുഖലോലുപന്മാരും കോടീശ്വരന്മാരും ആയ ഹോളിവുഡിൻ്റെ ആസ്ഥാനമായി വർത്തിക്കുന്ന ലോസ് ഏഞ്ചലസ്, കാലിഫോർണിയ പോലുള്ള, അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ നാവുകളിൽ
അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകളിൽ തെളിഞ്ഞു വരുന്ന നഗരങ്ങളാണിതൊക്കെ. ലോസ് ആഞ്ചൽസ്, കാലിഫോർണിയ എന്നൊക്കെ പറയുന്ന നഗരങ്ങളെ തീ ഇന്ന് അപ്പാടെ വിഴുങ്ങിയിരിക്കുന്ന ഒരു അത്ഭുതകരമായ സാഹചര്യത്തിൽ, ഭയാനകമായ ഒരു സാഹചര്യത്തിലൂടെ ആ രാജ്യവും ലോകവും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സാഹചര്യത്തിൽ, ഇത്തരുണത്തിൽ എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ വിശകലനങ്ങളും ചർച്ചകളും ലോകത്തിൻ്റെ വിവിധങ്ങളായ കോണുകളിൽ, വിവിധ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഉയരുകയും ഓരോരുത്തർക്കും തങ്ങൾക്ക് അനുയോജ്യമായ വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നൽകി ഈ മാനവരാശി തന്നെ അത്ഭുതത്തോടുകൂടി തുറിച്ചു നോക്കുന്ന ഈ മഹാഭീഷണിയെ വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും ശ്രമിക്കുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മളിതിനെ എങ്ങനെയാണ് കാണേണ്ടത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇത് പടച്ചതമ്പുരാൻ അവർക്ക് നൽകിയ ശിക്ഷയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയോടും അമേരിക്കയുടെ സാമ്രാജ്യത്വ ക്രൂരതകളോടും അതിശക്തമായ വെറുപ്പുള്ള, വിരോധമുള്ള ആളുകൾ, വിശേഷിച്ചും ആ ദുഷ്ടരാജ്യത്തിൻ്റെ അധികാരിവർഗത്തിൻ്റെ അവർ ലോകത്ത് മുഴുവൻ അഴിച്ചുവിടുന്ന ക്രൂരമായ ഭേദ്യങ്ങളും ക്രൂരതകളും ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹം, സമുദായം എന്ന നിലയിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗത്ത് നിന്നടക്കം, അതുപോലെ തന്നെ ലോകത്തെ കാര്യങ്ങളെ നിഷ്പക്ഷമായി വീക്ഷിക്കുന്നതുമായ ധാരാളം ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇത് തീർച്ചയായും ഒരു ദൈവശിക്ഷയാണ്, ദൈവകോപമാണ് അവരെ പിടികൂടുന്നത് എന്ന് പറയുമ്പോൾ പലപ്പോഴും പ്രകൃതി സംഭവങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ച് മറുവശത്ത് പറയാറുള്ള ഒരു വാദം ഇത് സ്വാഭാവികമായ പ്രകൃതി ദുരന്തമാണ് എന്നാണ്. ഞാനിത് പറയുന്നത് അമേരിക്കയെ ലോകത്ത് അള്ളാഹു ശിക്ഷിച്ചതാണോ? അമേരിക്കയെ മാത്രമേ അള്ളാഹു ശിക്ഷിക്കുകയുള്ളോ? അമേരിക്ക അല്ലാത്തവരെ അള്ളാഹു ശിക്ഷിക്കില്ലേ? അമേരിക്ക ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ ശിക്ഷിച്ചത്? ക്രിസ്ത്യാനിക്ക് മാത്രമാണോ പടച്ചവൻ്റെ ശിക്ഷയുള്ളത്? മുസ്ലിങ്ങളെ പടച്ചവൻ ശിക്ഷിക്കൂലേ? ഈ വക ഒരുപാട് ചിന്തകൾ, ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. ഞാനിതിനകത്ത് വിധി തീർപ്പായി പറയുകയല്ല. പക്ഷേ തീർച്ചയായും ഈ ദുരന്തങ്ങൾ എല്ലാം, അത് അമേരിക്കയിലാകട്ടെ, അത് അറബി നാടുകളിലാകട്ടെ, അത് ഇന്ത്യയിലാകട്ടെ, അത് നാളെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്നലകളിൽ സംഭവിച്ചു അത് കേരളത്തിലാകട്ടെ, ഇതെല്ലാം അള്ളാഹു അറിഞ്ഞും അള്ളാഹു കൃത്യമായ നിലയിൽ ഇടപെട്ടും അള്ളാഹു നമുക്ക് നൽകുന്ന ഓർമ്മക്കുറിപ്പുകളാണ്, മുന്നറിയിപ്പുകളാണ്. അത് ദുരന്തം തന്നെയാണ്, അത് ശിക്ഷയുമാണ് എന്ന കാര്യത്തിലൊരു സംശയമില്ല. ചിലർ ചോദിച്ചു, അപ്പോൾ വയനാടും ശിക്ഷിച്ചതാണോ അള്ളാഹു? അപ്പോൾ അള്ളാഹുവിനെ നിന്ദിക്കാനാണ്. വയനാട്ടിൽ കുറേ മുസ്ലിമീങ്ങൾ അധികം മരിച്ചിട്ടുണ്ടല്ലോ. മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല, ഹിന്ദുക്കളും ധാരാളമുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്. അവരോടൊക്കെ നമ്മൾക്ക് സങ്കടമാണ്, നമുക്ക് സഹതാപമാണ്, മനോവേദനയാണ്. ഒരു ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി നമ്മളിന്നും പ്രയാസപ്പെടുകയാണ്. നമ്മളവർക്ക് വേണ്ടി 20 ഭവനങ്ങൾ നിർമ്മിക്കാനുള്ള സംവിധാനങ്ങളിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പണി പൂർത്തിയായി വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ. അങ്ങനെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ പക്ഷേ ഇതൊരു ശിക്ഷയാണ് എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതിരുന്നിട്ട് നമ്മൾ സഹതപിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമില്ല. ഇവിടെ ശിക്ഷയാണെങ്കിൽ അവിടെ വരണ്ടേ ഇവിടെ വരണ്ടേ എന്നൊക്കെയുള്ള തിരിച്ചും മറിച്ചുമുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട്, ഈ ലോകത്ത് പ്രകൃതി ദുരന്തങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവുമായി ബന്ധമില്ലാതെ എന്തോ ചിലത് സംഭവിക്കുമെന്ന വ്യാഖ്യാനങ്ങൾ ഇവിടെ ഉയരുമ്പോൾ, ആ വ്യാഖ്യാനങ്ങൾക്ക് പലപ്പോഴും ചുവടൊപ്പിച്ച് മുസ്ലിമീങ്ങൾ പോലും സംസാരിക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ ഇത് വിശ്വാസത്തെ ബാധിക്കുന്ന പ്രശ്നമാകുന്നത്. അല്ലാതെ ഇത് അമേരിക്കയെ ശിക്ഷിച്ചപ്പോൾ, അമേരിക്കയ്ക്ക് ദുരന്തമുണ്ടായപ്പോൾ അത് അള്ളാഹുടെ ശിക്ഷയാണ്. അമേരിക്ക അല്ലാത്തവരെക്കുണ്ടാകുന്നതൊക്കെ അള്ളാഹുടെ ശിക്ഷയൊന്നുമല്ല, അള്ളാഹ് കണ്ടിട്ടും അറിഞ്ഞിട്ടുമല്ല, കുറേ അക്രമികൾക്ക് വെറുതെ അങ്ങനെ തോന്നിയതാ. അങ്ങനെയൊന്നും പറയുന്ന വിധത്തിലുള്ള മൂഢചിന്തകളല്ല ഒരു മുസ്ലിമിൻ്റെ യഥാർത്ഥ വിശ്വാസത്തെ നിയന്ത്രിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതിയാണ്. ഇവിടെ അമേരിക്ക എന്ന് പറയുന്നത് തീർച്ചയായും ഈ ലോകത്ത് ഒരുപാട് നിരപരാധികളുടെ കണ്ണീരിന് കാരണക്കാരായവരാണ്. ലോകത്തവർ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ മനുഷ്യർ സൃഷ്ടിച്ച മഹാദുരന്തങ്ങൾക്ക് കാരണക്കാരാണ്. നമുക്കറിയാം, ഹിരോഷിമയിലും നാഗസാക്കിയിലുമൊക്കെ
മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ സൂപ്പർമാൻ എന്നോ ലിറ്റിൽ ബോയ് എന്നോ ഒക്കെ പേരിട്ട് വിളിച്ച അവരയച്ച ആറ്റം ബോംബിൻ്റെ ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ ഗുണങ്ങൾ, അണുബോംബ് വിസ്ഫോടനത്തിൻ്റെ ശാസ്ത്രീയമായ അത്ഭുതങ്ങളെക്കുറിച്ച്, ആ കണ്ടുപിടുത്തത്തിലൂടെ ലോകം എത്തിച്ചേർന്ന അത്ഭുതത്തെക്കുറിച്ച് ലോകമൊക്കെ ഇങ്ങനെ വിസ്മയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആ അണുബോംബ് നിർമ്മിച്ചുകൊണ്ട് ഈ ലോകത്ത് ഏതാണ്ട് 3 ലക്ഷത്തോളം മനുഷ്യരെ ഏതാനും ചില മണിക്കൂറുകൾ കൊണ്ട് ചുട്ട് ചാമ്പലാക്കിയ, അവരെ വെറും വേവിച്ചെടുത്ത ഈ ലോകത്തെ ഏറ്റവും വലിയ പൈശാചിക ദുഷ്ടശക്തിയുടെ പേരാണ് അമേരിക്ക. അതുകൊണ്ട് അമേരിക്ക തീർച്ചയായും ഈ ലോകത്ത് ശിക്ഷിക്കപ്പെടാൻ അർഹരാണ്. അമേരിക്ക മാത്രമോ എന്നുള്ള ചോദ്യത്തിനല്ല ഞാൻ ഉത്തരം പറയുന്നത്. അമേരിക്കയും അതുപോലെ തന്നെ വിയറ്റ്നാമിൽ നാപ്പാം ബോംബുകൾ അയച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകളാണെന്ന് പറഞ്ഞുകൊണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമില്ലേ? അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും ഈ ലോകത്ത് അള്ളാഹു ഒന്നാന്ന് പറയുന്നവർക്കും 3 പറയുന്നവർക്കും 30 മുക്കോടിയാന്ന് പറയുന്നവർക്കും ഒക്കെ ജീവിതാവസരവും സ്വാതന്ത്ര്യവും നൽകിയത് അള്ളാഹുവല്ലേ? അക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമേ ഇവിടെ ജീവിക്കാൻ അവകാശമുള്ളൂ എന്ന് പറയാൻ ലോകത്തൊരു ശക്തിക്കും അള്ളാഹു അവകാശം കൊടുത്തിട്ടില്ല. ഒരു മുസ്ലിമിനും അധികാരം കൊടുത്തിട്ടില്ല. മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ ഈ ലോകത്ത് മനുഷ്യൻ്റെ ജീവിത പ്രവർത്തന സ്വാതന്ത്ര്യം തടയാൻ അള്ളാഹു ആരെയാണ് അനുവദിച്ചിട്ടുള്ളത്? അള്ളാഹു ആരെയും അനുവദിച്ചിട്ടില്ല. അള്ളാഹു പറയുന്നത് എങ്ങനെയാ? വലൗലാ ദഫഉല്ലാഹി ഇന്നാസ ബഅ്ളഹും ബിബഅ്ൾ, അള്ളാഹു മനുഷ്യരിൽ ചിലരെ കൊണ്ട് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ലഹുദ്യമത്ത് സവാമിഉ, സന്യാസി മഠങ്ങൾ തകർന്നു പോയേനെ, വബിയഉൻ, ക്രൈസ്തവ ചർച്ചുകളും, വസലവാത്തുൻ, സലവാത്ത് എന്ന് പറഞ്ഞാൽ സലാത്തുകളെന്നാണ് നമ്മൾക്ക് തോന്നുക, ജൂത ദേവാലയങ്ങളും, വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറ, അള്ളാഹുവിൻ്റെ നാമം ധാരാളം വാഴ്ത്തുന്ന അള്ളാഹുവിൻ്റെ ഭവനങ്ങളായ മസ്ജിദുകളും തകർന്നു പോയേനെ. ഇതൊന്നും ഇവിടെ തകർത്ത് കളയാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല അള്ളാഹ്. അത് സംഭവിക്കാതിരിക്കാൻ മനുഷ്യരിൽ മറ്റു ചിലരെ ഉപയോഗിച്ച് പ്രതിരോധം തീർക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ഈ ഭൂമിയിൽ പരീക്ഷണത്തിന് വേണ്ടി വെച്ചിട്ടുള്ള ഈ ലോകത്ത് പരീക്ഷാ ഹാളിൽ ആരെങ്കിലും കയറിയിട്ട് തെറ്റെഴുതിയ വിദ്യാർത്ഥിയെ ശിക്ഷിച്ചാൽ അള്ളാഹ് സമ്മതിക്കുമോ? പരീക്ഷയുടെ 2 മണിക്കൂർ നേരത്തേക്ക് ഒരു ചോദ്യത്തിനും ശരിയല്ലാത്ത തെറ്റായ ഉത്തരം എഴുതാൻ പൂർണ്ണ സ്വാതന്ത്ര്യം പരീക്ഷാ ഹാളിലുള്ളതുപോലെ ഈ ലോകത്ത് റബ്ബ് തആലാ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ആരാണ് ശരിയായി പ്രവർത്തിക്കുന്നതെന്നറിയാൻ വേണ്ടി സുമ്മ യുനബ്ബിഉക്കും ബിമാ കുന്തും തഅമലൂൻ, പിന്നെ നീ എന്നിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങളൊക്കെ ചെയ്തത് എന്താണെന്ന് നിങ്ങളെ ഞാൻ തന്നെ ഓർമ്മിപ്പിച്ചു കൊള്ളാമെന്ന് അള്ളാഹു പറയുന്ന സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ. എല്ലാവർക്കും കൊടുത്താ അതിനകത്ത് കൈകടത്തി കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിയറ്റ്നാമിൽ നാപ്പാം ബോംബുകൾ വർഷിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നതും പോരാഞ്ഞ് അന്നം വിളയുന്ന വയലേലകളിലേക്ക് വിഷബോംബുകൾ വർഷിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ കൊള്ളാവുന്ന ഭക്ഷണം പോലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ലോകത്തോട് ക്രൂരത കാട്ടിയ, തൻ്റേതല്ലാത്ത, തങ്ങൾക്കിഷ്ടമല്ലാത്ത ഏതൊരു ജനതയ്ക്കും ഈ ഭൂമിയിൽ അവകാശമില്ലെന്ന് പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് ഭരണം നിയന്ത്രിക്കുകയും ചെയ്യുന്ന ലോക പോലീസുകാരനായി ചമയുന്ന ദുഷ്ടശക്തിയാണ് അമേരിക്ക. ഒരു സംശയമില്ല, ദുഷ്ടനാണവർ. അതിവരുടെ അധികാര കേന്ദ്രങ്ങൾ. ഇത് പറയുമ്പോൾ അമേരിക്കയിലെ മുഴുവൻ ജനങ്ങളും ദുഷ്ടരാ എന്നൊന്നുമല്ല അതിനർത്ഥം. നല്ല മനുഷ്യരുണ്ട്. ഈ മഹാദുരന്തത്തിൽ അകപ്പെട്ട ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെന്ന് മാത്രമല്ല, അവിടുത്തെ മുസ്ലിമീങ്ങൾ അവരുടെ ഏജൻസികൾ, അവരുടെ ഓർഗനൈസേഷനുകൾ ഈ ദുരന്ത ബാധിതരെ സഹായിക്കാൻ വേണ്ടി അവരും അകപ്പെട്ടിരിക്കുന്ന മഹാദുരന്തം എന്തൊരു ദുരന്തമാണ്. സത്യത്തിൽ ആർക്കും സന്തോഷിക്കാൻ, ജനങ്ങളുടെ ദുരിതത്തിൽ സന്തോഷിക്കാൻ യാതൊരു ന്യായവുമില്ല. ആരുടെയും ദുരന്തങ്ങളിൽ നാം സന്തോഷിക്കേണ്ടവരുമല്ല. പക്ഷേ ഇത് അള്ളാഹു ആ രാജ്യത്തിന് നൽകുന്ന ശിക്ഷയാണെന്ന് വിശ്വസിക്കുന്നതിന് അത് തെറ്റുമല്ല. അത് ആ രാജ്യത്തിന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിനും വരാം. അത് ആ രാജ്യത്തിന് മാത്രമല്ല, അറബി രാജ്യത്തിനും വരാം. വന്നിട്ടുണ്ട്, ഇനിയും വരികയും ചെയ്യും. വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പക്ഷേ അത് അള്ളാഹുവിൻ്റെ ശിക്ഷയല്ലാതാകുന്നില്ല. ശിക്ഷ വന്നാൽ നിരപരാധി പിടിക്കൂലേ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഇനി കഴിഞ്ഞ ദിവസം ആ വിഷയത്തിൽ ഹിക്കമുൽ ലത്തായി റഹിമഹുല്ലാഹിയുടെ ഹിക്കമ് എന്ന് പറയുന്ന ഗ്രന്ഥം അത് വളരെ വ്യക്തമായി ചർച്ച ചെയ്യുന്നുണ്ട്. 7ാമത്തെ ഹിക്മത്ത് വിശദീകരിക്കുന്ന അതാണ്. അവിടെ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമം ഈ ലോകത്തുണ്ട്. അതെന്താണെന്നറിയുമോ? ഇന്നല്ലാഹ യഖുദു ബി ജരീറത്തിൽ ബഅളി
അൽ കസീറ മിനന്നാസ്, ജനങ്ങളിൽ ഒരു ചെറിയ വിഭാഗം ചെയ്യുന്ന തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ അല്ലാഹു തആല വലിയ വിഭാഗത്തെ വിധേയരാക്കുക എന്നത് നടപടിയാണ് പടച്ചവൻ്റെ. ഈ ലോകത്ത് അങ്ങനെയും സംഭവിക്കും. ചെറിയ ഒരു വിഭാഗത്തിൻ്റെ തെറ്റിനെ പ്രതിരോധിക്കാൻ ഭൂരിഭാഗത്തിന് കഴിഞ്ഞില്ലെങ്കിൽ, അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു ഇത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ. മനുഷ്യരെ, കുഴപ്പങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ തടയണം. ഇത്തഖൂ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ തഖ്വ ചെയ്യുന്ന, നിങ്ങൾ തടയുക എന്നാ. ഇത്തഖൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാപത്തെ, ദോഷബാധയെ തടയുക എന്നാണ്, അകലം പാലിക്കുക എന്നാണ്. ഇത്തഖൂ ഫിത്ന, ലോകത്ത് കുഴപ്പമുണ്ടാക്കുന്നവരെ നിങ്ങൾ തടയുക. ഇത്തഖൂ ഫിത്ന ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ. നിങ്ങളിൽ കുഴപ്പമുണ്ടാക്കുന്ന അക്രമകാരികളെ മാത്രമല്ല അള്ളാഹു പിടികൂടുന്നത്. ഇത് അല്ലാഹു പറഞ്ഞതല്ലേ? ഇത് അല്ലാഹു പറഞ്ഞതല്ലേ? പിന്നെ അള്ളാഹു അതിനെതിരെ ചെയ്യുമോ? അപ്പോൾ അമേരിക്കയുടെ ഭരണകൂടവും ആ ഭരണകൂടത്തിൻ്റെ ചില ന്യൂനപക്ഷം വരുന്ന തൽപര കക്ഷികളും കൂടി ചേർന്നിട്ടാണ് ലോകത്ത് നാശം വിതയ്ക്കുന്നതെങ്കിൽ, അവർക്കപ്പുറത്തും ഇപ്പുറത്തും വോട്ട് ചെയ്ത് ഗസയെ കാലം എത്രയായി കത്തിച്ചുകൊണ്ടിരിക്കുന്നു? ഗസയെ കാലം എത്രയായി? അതിനെ ന്യായീകരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ദൈവികമായ ഇടപെടലുകൾ ഗസയുടെ പേരിലാണെന്ന് മാത്രമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഗസയുടെ പേരിലാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് പറയാൻ അവസരമുണ്ടാക്കി കൊടുത്തത് അവിടെ തന്നെയുള്ള ദുഷ്ടന്മാരാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അവിടെ തന്നെയുള്ള ദുഷ്ടന്മാർ. ഈ ദുരന്തം അവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടുവല്ലോ, മൈക്കിൾ വുഡ് എന്ന് പറയുന്ന ലോക സിനിമയിലെ, ഹോളിവുഡ് സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാൾ, അയാൾ ഗസയെ സംബന്ധിച്ച് പറഞ്ഞത് ഇപ്പോഴും സോഷ്യൽ മീഡിയകളിൽ ചൂടോടെ പ്രചരിക്കുന്നുണ്ട്. നോ സീസ് ഫയർ, വെടി നിർത്തരുത് ഗസയിൽ. നോ കോംപ്രമൈസ്, ഒരു അനുരഞ്ജനവും പാടില്ല. നോ ഫോർഗീവ്നെസ്, മാപ്പും കൊടുക്കരുത് അവർക്ക് എന്ന് പറഞ്ഞ ഒരു ദുഷ്ടനുണ്ട്, ജെയിംസ് വുഡ്. അവൻ ഈ സംഭവത്തിന് ശേഷം അവൻ ഒപ്പിച്ച്, നിങ്ങൾ കണ്ടല്ലോ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഗസയിലെ ഈ നരനായാട്ടിനെ, ഈ മനുഷ്യക്കുരുതിയെ, വംശഹത്യയെ, ഗസയെ ഒരു ചുടലക്കളമാക്കി മാറ്റിയ ആ നഗരത്തെ, 11 ആ നാടിനെ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു ജനത ജീവിക്കുന്ന നാടിനെ ജൂതന്മാർക്ക് വേണ്ടി പകുത്തു കൊടുത്തതും പോരാഞ്ഞ്, കൊടുത്തത് 53% ഇന്ന് 96% അവർ പിന്നീട് വീണ്ടും പിടിച്ചെടുത്ത് അധിനിവേശം നടത്തി. അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ കുടിലുകളെല്ലാം പൊളിച്ചു മാറ്റി. ഞാൻ അവിടെ പോയി കണ്ടിട്ടുള്ള ആളാണ്, സെറ്റിൽമെൻറ്റ് ഏരിയകൾ കണ്ടിട്ടുള്ള ആളാണ്. ഇഷ്ടമുള്ളിടത്ത് കയറി എപ്പോൾ വേണമെങ്കിലും ജൂതന് വേണ്ടി സെറ്റിൽമെൻറ്റ് കെട്ടാൻ അവർക്ക് അധികാരമുണ്ട്. അവിടുത്തെ മുസ്ലിമീങ്ങളെ അപ്പാടെ ഇറക്കി വിടുന്ന ഈ കൊടും ക്രൂരതകൾ ചെയ്തതിന് അവരോട് ലോകമല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് പറയാനും തിരുത്താനും ഇവിടെ ആളുണ്ടായോ? വളരെ പ്രസക്തമായ ചോദ്യമല്ലേ? അങ്ങനെ അതിനോടുള്ള ഒരു പ്രതിഷേധമായി അവിടെ നടന്ന ഹമാസ് നടത്തിയ ഒരു ഇടപെടലിനെ, എന്തിനു വേണ്ടിയാണ്? ഇതാ ഞങ്ങൾ ഇല്ലാതാവുകയാണ്, ഞങ്ങളുടെ പ്രശ്നത്തിൽ ലോകം ശ്രദ്ധിക്കണമെന്ന് പറയാനാണ് അവരത് ചെയ്തത്. കുറേ ബന്ദികളെ കൈവശം വെച്ച് വിലപേശാൻ വേണ്ടിയാണത് ചെയ്തത്. അങ്ങനെയെങ്കിലും ഞങ്ങളെ ലോകം ശ്രദ്ധിക്കുമല്ലോ. ഇന്നിപ്പോൾ അത് സീസ്ഫയറിൻ്റെ, വെടിനിർത്തലിൻ്റെ പക്കത്തേക്ക് കാര്യങ്ങളെത്തി എന്ന് ലോകം ആഘോഷത്തിലേക്ക് വരുമ്പോഴും ഈ വൃത്തികെട്ട രാഷ്ട്രം, ഈ ഇസ്രായേൽ, ഞാൻ അതിനെയല്ല വൃത്തികെട്ട രാഷ്ട്രമെന്ന് പറയുക. ഇന്നലെ ഒരു TV ചാനലിൽ വന്നിരുന്ന്, ഒരു വലിയ ഭീകര പ്രസ്ഥാനത്തിൻ്റെ ചാനലാണത്, ആഗോള ക്രൈസ്തവ ഭീകരതയുടെ ഒരു ചാനൽ. ആ ചാനൽ ഷക്കീന TV എന്നാ പറയുക. അയാൾ അവിടെ നിന്നിട്ട് പറഞ്ഞു, അമേരിക്കയെ ദൈവം ശിക്ഷിച്ചതാകാൻ സാധ്യതയുണ്ട്. കാരണം ദൂതനെ തീയായും അതുപോലെ തന്നെ കാറ്റായും അയക്കുമെന്ന സങ്കീർത്തനങ്ങളിൽ 104-ാം അധ്യായത്തിലുണ്ട്. അമേരിക്കയെ ശിക്ഷിച്ചതായിരിക്കാം. പക്ഷെ അമേരിക്കയെ ശിക്ഷിച്ചത് അത് സ്വവർഗരതിയുടെ പേരിലാകാനാണ് സാധ്യത. സ്വവർഗരതി മുമ്പില്ലല്ലോ അമേരിക്കയിൽ. അബോർഷൻ്റെ പേരിലാകാനാണ് സാധ്യത. എന്തായാലും അത് ഗസയിലെ കുഞ്ഞുങ്ങളെ കൊന്നതിൻ്റെ പേരിലല്ല എന്ന്. എങ്ങനെയുണ്ട് ഇത്തരം പിശാചിക്കൾ? ഇവിടെ അവരത് പറയുമ്പോഴാണ് ഇപ്പുറത്ത് ഇത് ചേർത്ത് വായിക്കപ്പെടുന്നത്. ഇത് പറയുമ്പോൾ അള്ളാഹു നോക്കൂ, ഈ ദുഷ്ടൻ അവനൊരു സിനിമാ നടനാണ്, കലാകാരനാണെന്നുള്ളതൊക്കെ നമ്മൾ ഓർക്കണം. ഇവരുടെയൊക്കെ മനസ്സെത്രമാത്രം ഭീകര സത്വങ്ങളുടേതാണ്, വിഷജന്തുക്കളുടേതാണ്. ഇപ്പോൾ ഗസയെ കൊന്നു കുഴിച്ചു മൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഹമാസിൻ്റെ ഒരൊറ്റ ആക്രമണത്തിൻ്റെ ന്യായം പറഞ്ഞ് അവരുടെ എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവരുടെ അന്നം മുടക്കി വിശപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന
ഈ ദുഷ്ടതയ്ക്കെതിരിൽ അരവാക്ക് പറയാതെ അതിൻ്റെയൊക്കെ ഉത്തരവാദി ഹമാസിൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിക്കുന്ന ഇവിടുത്തെ മതേതരന്മാരെന്നൊക്കെ പറയുന്ന മാധ്യമങ്ങളുണ്ട്, ഇവിടുത്തെ കുറേ നേതാക്കന്മാരുണ്ട്. അവരൊക്കെ ഹമാസിനെ പഴിച്ചവരാ. ഹമാസിനോട് കാണിച്ച ക്രൂരതയ്ക്ക് ദൈവം കൊടുത്ത ഒരു ശിക്ഷയാണെന്ന് സ്വാഭാവികമായും ആരും പറഞ്ഞു പോകൂലേ? അത് പറയുമ്പോൾ അവനൊക്കെ കളത്തിൽ വന്നേക്കുകയാണ്. വന്നിട്ട് പറയുകയാണ് വിഷജീവികൾ അങ്ങനെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ ഇവനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതൊന്നും അത് വിഷജീവിയുടെ ലക്ഷണമായിരുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് ലോകമത്രമേൽ വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഭീകരതയും പൈശാചികതയും താണ്ഡവ നൃത്തമാടുമ്പോൾ ഇവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ആ നാട് ചത്തുപോകട്ടെ, തുലയട്ടെ, വിട്ടുവീഴ്ച ചെയ്യരുത്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രയേൽ അനുരഞ്ജനം സമ്മതിക്കാതെ നിൽക്കുകയാണ്. ഇസ്രയേൽ പാടില്ലെന്നാണ് പറയുന്നത്. ലോകം മുഴുവൻ വെടിനിർത്താൻ പറയുമ്പോൾ, അമേരിക്കയും പറയുമ്പോൾ, ബൈഡനും അത് വേണം, ട്രംപിനും വേണം, അത്രേ എല്ലാവർക്കും വേണം. പക്ഷെ ഞങ്ങൾ വഴങ്ങൂല്ല എന്ന്. ഇവൻ എന്ത് വഴങ്ങിയില്ലെങ്കിൽ, ഇവൻ എന്ത് പോക്കിരിത്തരം കാണിച്ചാലും ഇവൻ്റെ നേരെ ആരും വിരൽ ചൂണ്ടില്ല എന്നവനറിയാം. പറയലും പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ, നടപടി ഉണ്ടാകില്ല എന്നവനറിയാം. അതുകൊണ്ട് ട്രംപ് പറഞ്ഞാലും ബൈഡൻ പറഞ്ഞാലും ഇല്ല, ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ് ഇപ്പോഴും ആ മനുഷ്യ കുഞ്ഞുങ്ങളെ കൊന്നു തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഹമാസ് അന്നൊരാക്രമണം നടത്തിയെന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് 50,000-ലേറെ മനുഷ്യരെ മക്കളെ കൊന്നു. ഈ ഇതൊന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അത് പാടില്ലെന്ന് ഇങ്ങനെ പ്രസ്താവന ഇറക്കിയ മൈക്കിൾ വുഡ് എന്ന് പറയുന്ന ഈ പിശാചി ദുഷ്ടൻ ഈ ദുരന്തം വന്നപ്പോൾ അവൻ്റെ വീടുകൾ മുഴുവൻ കത്തിച്ചാമ്പലായി. സ്വാഭാവികമായിട്ടും മനുഷ്യൻ ഈ വൃത്തികേട് പറഞ്ഞവനോട് ഒരു ദേഷ്യം വരില്ലേ? ഇവന് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് സ്വാഭാവികമായിട്ടും മനുഷ്യൻ ദൈവവിശ്വാസികൾ വിശ്വസിച്ച് പോകില്ലേ? അതിനിപ്പോൾ അവരെ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? ഉണ്ടോ? അവൻ വന്ന് പൊട്ടിക്കരയുകയാണ്, എനിക്കെല്ലാം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട്. അവൻ്റേതാണോ? അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീടാണോ? 288 കോടിയാണ് അത്ര ഒരു വീട്. 288 കോടിയാണെങ്കിൽ 288 കോടിയുടെ വിലയുള്ള ഒരു വീട് ഇവിടെ, അപ്പുറത്തിരിക്കുന്ന വീട് 50 ലക്ഷത്തിൻ്റെ വീടാകുമോ? നമ്മൾ ആലോചിച്ച് നോക്കിയേ. ആ ഏരിയ മുഴുവൻ 15,000 20,000-ഓളം വീടുകളെ തീ വിഴുങ്ങി എന്ന് പറഞ്ഞാൽ 288 കോടി ഒരു വീടിൻ്റെ വില പറഞ്ഞു. അപ്പുറത്തിരിക്കുന്ന വീട് എന്തായാലും സ്വാഭാവികമായിട്ടും അതിൻ്റെ അടുത്ത് വരണമല്ലോ, ഒരു 200 കോടി വരണ്ടേ? അങ്ങനെയുള്ള വീടുകളല്ലേ ഒരുമിച്ച് വരുവുള്ളൂ. അല്ലെങ്കിൽ ഒരു 100 വേണ്ടേ? 50 വേണ്ടേ? 25 ലക്ഷത്തിൻ്റെ വീട് അതിൻ്റെ അപ്പുറത്തുണ്ടാകുമോ? 50 ലക്ഷത്തിൻ്റെ വീടുണ്ടാകുമോ? ഈ മാതിരി വീടുകളെയാണ് ഈ കൊടും തീ വിഴുങ്ങി. അവിടെ മനുഷ്യനാശം കുറഞ്ഞു പോയതിൽ നമ്മൾ സന്തുഷ്ടരാണ്. ഈ ദുഷ്ടന്മാരെ, ഈ മാനവരാശിയെ മുഴുവൻ, അവരുടെ ഭവനങ്ങളെ മുഴുവൻ തലയ്ക്ക് മുകളിൽ ബോംബെറിഞ്ഞ് ചുട്ട് ചാമ്പലാക്കുന്ന ഈ ദുഷ്ടതയ്ക്ക് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഈ നാശനഷ്ടമെങ്കിലും ഒരു പരിഹാരമാകുമെങ്കിൽ, ഒരു മാനസികമായ പരിവർത്തനത്തിന്, തിരുത്തലിന് കാരണമാകുമെങ്കിൽ അതങ്ങനെ ആകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യന്മാർ മരിക്കുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് സത്യത്തിൽ ചിലപ്പോഴൊക്കെ ഇത് അമേരിക്കയ്ക്ക് ഒരു പാഠമാകുമെങ്കിൽ ആകട്ടെ എന്ന് ഏതൊരു മനുഷ്യനും ചിന്തിച്ചു പോകൂലേ? ഞാൻ ആരെയാ കുറ്റം പറയുന്നത്? അങ്ങനെയെങ്കിലും മനുഷ്യൻ്റെ നൊമ്പരങ്ങൾ അറിയാൻ അവന് കഴിയുമെങ്കിൽ എന്ന്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 15,000 എന്നും 20,000 എന്നുമാണ്. ഏത് തരം വീടുകളാ? ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാർ താമസിക്കുന്ന ഹോളിവുഡിലെ താരങ്ങൾ 288 കോടി ഒരു വീടിൻ്റെ വില പറഞ്ഞതാ. അമ്മാതിരിയുള്ള വീടുകൾ തുടരെ തീപടി ചെരിഞ്ഞില്ലാതായി, അതിൻ്റെ ഇരുമ്പെല്ലാം ഉരുകി ഇങ്ങനെ വീഴുകയാണ്. ഇതുവരെ പിടിച്ചു കെട്ടാൻ പറ്റിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞപ്പോൾ തൻ്റെ വീട് ഉരുകി തീർന്നതിൻ്റെ സങ്കടവുമായി ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് നിന്ന് ഈ ദുഷ്ടൻ പൊട്ടിക്കരയുമ്പോൾ സ്വാഭാവികമായും മനുഷ്യനാണെങ്കിൽ ചിരിച്ചു പോകും. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യൻ അങ്ങനെയാ, അല്ലാതെ വേറൊരു ചിന്ത മനുഷ്യന് വരില്ല. ഈ ദുഷ്ടൻ ഇത് പറഞ്ഞവൻ അവനെ വൈകാതെ തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ അവൻ പൊട്ടിക്കരയണമെങ്കിൽ അവൻ എത്ര വലിയ നൊമ്പരണ്ടായി. ആ നൊമ്പരം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർ അത് അവന് വരേണ്ടതായിരുന്നു എന്ന് ചിന്തിച്ചു പോകും. സ്വാഭാവികമായും അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്, ഒരു ഇസ്ലാമിക സമൂഹം ചിന്തിക്കുന്നത്, അത് അവനും മാനസാന്തരത്തിന് കാരണമാകട്ടെ എന്നാണ്. നമ്മളിപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, പ്രകൃതി ദുരന്തമല്ലേ, അതിനെ അല്ലാടതായിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവരോട് തീർത്തു പറയുന്നു, നീ മുസ്ലിമല്ല. മുസ്ലിം പ്രകൃതി ദുരന്തം, അല്ലാഹ് അറിയാത്ത പ്രകൃതി ദുരന്തം ഉണ്ടാകുമെന്ന് പറയുന്ന ഒരാൾ ഈ പള്ളിയിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പം എഴുന്നേറ്റ് വെക്കണം, ഇയാൾക്ക് ജുമയില്ല. പ്രകൃതി ദുരന്തം എന്ന് പറഞ്ഞൊരു സാധനമില്ല. എല്ലാ പ്രകൃതിയെയും നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. പ്രകൃതിയിൽ ദുരന്തമുണ്ടാക്കുന്നതും അല്ലാഹുവാണ്. പക്ഷെ പ്രകൃതിയിൽ ദുരന്തത്തിന് കാരണങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മളാണ്. കാരണക്കാർ നമ്മളാണ്.
അള്ളാഹു അറിയാതെ അനുമതിയില്ലാതെ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവുകയില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ദുരന്തം വന്നാൽ, ആ ദുരന്തം ഒരു ശിക്ഷയാണെന്ന് തന്നെ വന്നാലും, ആ ശിക്ഷ ഏതൊരു സമൂഹത്തിനും വേണമെങ്കിൽ ശിക്ഷയാണ്. മാറി ചിന്തിക്കുന്നവർക്ക് ഓരോ ശിക്ഷയും രക്ഷയാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്. അമേരിക്കയ്ക്ക് ഈ ദുരന്തം വന്നു, അമേരിക്കയ്ക്ക് ശിക്ഷയാണ്. അമേരിക്ക മാറി ചിന്തിക്കുമെങ്കിൽ ആ ശിക്ഷ രക്ഷയാണ്. മുസ്ലിമിന് ദുരന്തം വന്നു, ശിക്ഷ വന്നു, മുസ്ലിം മാറി ചിന്തിച്ചാൽ എല്ലാ ശിക്ഷയും രക്ഷയാ. ശിക്ഷ പോലും ഇസ്ലാമിലെ രക്ഷയാ. അതുകൊണ്ട് ശിക്ഷിച്ചു എന്ന് പറയാൻ പേടിക്കൊന്നും വേണ്ട. പരിശുദ്ധമായ ഖുർആനിൽ അതിന് പോൽപരകമായ ആയാത്തുകൾ നമ്മുടെ മുമ്പിൽ ധാരാളമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീ കൊണ്ട് ശിക്ഷിച്ച കഥ പറയുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ ആയാത്തുകൾ ധാരാളമുണ്ട്. അഫമൻ അസ്സസ ബുനിയാനഹു അലാ തഖ്വം മിനല്ലാഹി വറിദ്വാൻ ഖൈറുൻ അമ്മൻ അസ്സസ ബുനിയാനഹു അലാ ശഫാ ജുറുഫിൻ ഹാരിൻ ഫൻഹാറ ബിഹി ഫീ നാരി ജഹന്നം. അല്ലാഹു ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ സംബന്ധിച്ചുള്ള ഭക്തിയിന്മേലും അവൻ്റെ പ്രീതിയിലും തൻ്റെ കെട്ടിടം സ്ഥാപിച്ചവനോ, അതല്ല പൊളിഞ്ഞു വീഴാൻ പോകുന്ന ഒരു മണൽത്തിട്ടയുടെ വക്കത്ത് കെട്ടിടം സ്ഥാപിക്കുകയും എന്നിട്ടത് തന്നെയും കൊണ്ട് നരകാഗ്നിയിൽ പൊളിഞ്ഞു വീഴുകയും ചെയ്തവനോ കൂടുതൽ ഉത്തമൻ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. നരകശിക്ഷ, കെട്ടിടം പൊളിഞ്ഞ് എരിഞ്ഞു തീരുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷയായി പരിശുദ്ധ ഖുർആനിൽ പല ഭാഗത്തും പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു, അവർ ലാ യസാലു ബുനിയാനഹും അല്ലദീ ബനൂരീബത്തം ഫീ ഖുലൂബിഹിം ഇല്ലാ അൻ തഖത്തഅ ഖുലൂബുഹും. അവർ സ്ഥാപിച്ച അവരുടെ കെട്ടിടം അവരുടെ ഹൃദയങ്ങളിൽ ആശങ്കയായി പടരുന്നതാണ്. അവരുടെ ഹൃദയങ്ങൾ കഷണം കഷണമായി തീർന്നെങ്കിൽ അല്ലാതെ തീരുന്നതുവരെയും എന്ന് പറയുന്നുണ്ട്. ഇത് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ 9:11 9:11 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? 9:11 എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ അമേരിക്കയിലെ ടിൻ ടവർ 9:11. ഖുർആനിലെ 9-ാമത്തെ സൂക്തത്തിൽ 11-ാമത്തെ ജുസ്ഇൽ 110 നിലയായിരുന്നു. 110-ാമത്തെ ആയത്തിലാണ് ഇത് പറയണത്. അറിയാവോ? അപ്പോൾ അള്ളാഹു ഈ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് 9, 11, 110 നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ ഈ കെട്ടിടം അഗ്നിയിൽ അമർന്ന് താഴുന്നതിനെക്കുറിച്ച് അള്ളാഹു പരാമർശിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒത്തിരി സ്ഥലത്തില്ല, 2 ഉള്ളൂ. പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം സബഉൽ മഥാനിയാണ്, 2 വട്ടം ആവർത്തിക്കാറുണ്ട് ഖുർആനിൽ. ഇങ്ങനെ കെട്ടിടം തീയിൽ അമർന്നു പോകുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഖുർആനിൽ 2 പറയുന്നുണ്ട്. അതിലൊന്ന് 9, 11, 110 നിങ്ങൾ പോയി എടുത്ത് നോക്കിക്കോളി. അതുകൊണ്ട് അള്ളാഹ് അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് നമുക്കുണ്ടാക്കി തീർക്കുന്നത് മഹാദുരന്തമാണ്. അമേരിക്കയ്ക്ക് അവിടെ ചെല്ലു ചോദിച്ചു, വയനാട്ടിൽ സംഭവിച്ചതോ? വയനാട്ടിലും റബ്ബിൻ്റെ ശിക്ഷയാണ്. അവർക്ക് പഠിക്കാൻ തിരുത്താൻ ശിക്ഷയാണ്. നമ്മൾ എത്ര വട്ടം ചർച്ച ചെയ്തു? നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് പഠിക്കാൻ പാഠമുണ്ടതിൽ. അള്ളാഹുവിൻ്റെ അദാബിൻ്റെ ഒരുപാട് സാധ്യതകൾ അത് അവിടെ മയങ്ങി ഉറങ്ങുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിക്കാതെ പോയതാണ്. പറഞ്ഞില്ലേ, അറബി നാടുകളിൽ ഇറാഖികൾക്ക് പരിശുദ്ധ ഖുർആൻ വലിച്ചെറിഞ്ഞ ഭരണാധികാരിയെ കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കാറുണ്ട്. ലിബിയയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ലോകത്തെവിടെയുമില്ലാത്ത വിധത്തിൽ സ്ത്രീകളായ അംഗരക്ഷകരെ വെച്ചുകൊണ്ട് പരിശുദ്ധ ദീനിനെയും ഇസ്ലാമിനെയും വെല്ലുവിളിച്ച ഭരണാധികാരിയെക്കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കാറുണ്ട്. നമ്മളിതൊന്നും പറയാതിരിക്കാറില്ല. മുസ്ലിങ്ങൾക്ക് വരുന്നത് മാത്രം അതാബല്ല, അമേരിക്കയ്ക്ക് വരുന്ന മാത്രം അതാബ, അങ്ങനെ ആരും കരുതണ്ട. പക്ഷേ അള്ളാഹു കരുണയുള്ളവനാണ്. അതാബ് പോലും കാരുണ്യമാക്കി മാറ്റുന്ന അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ ആയുധങ്ങൾ മാത്രമാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടത്. എപ്പോഴും അള്ളാഹു ഇവിടെ എന്താണ്, 1 വർഷത്തോളം തൊന്നാന്തരം മഴ പെയ്ത് വളരെ സമൃദ്ധമായി ഹരിതാപമായി കാനനം വളർന്നു. അതിനുശേഷം ഒരു തുള്ളി മഴ പെയ്യാതെ അതിനെ മുഴുവൻ കത്തിപ്പിടിക്കുന്ന അഗ്നി ഫ്യൂവലാക്കി മാറ്റി, ഇന്ധനമാക്കി മാറ്റിക്കൊണ്ട് 9 മാസക്കാലത്തോളം അവിടെ ഒരു തുള്ളി മഴ പെയ്യാതിരുന്നു. അതിനുശേഷം എവിടെ നിന്നറിയാതെ വഹും ലാ യശൂറൂൻ, ഇത് പറയുന്നിടത്തത് പറയുന്നുണ്ട്, സമയം വൈകിയതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അവരറിയാതെ എവിടെ നിന്നറിയാതെ ഇപ്പോഴും റീസൺ കണ്ടുപിടിക്കാത്ത ഒരു തീ അങ്ങോട്ട് പടർന്നപ്പോൾ അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി സാന്റാന എന്ന് പറയുന്ന കൊടുങ്കാറ്റും ഒപ്പം ചേരുകയാണ്. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളെ, ഈ പ്രകൃതിയിലെ വസ്തുക്കളെ ഒരുപാട് ചേർത്ത് വെച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ ചിലതൊക്കെ നടത്തുമ്പോൾ അല്ലാഹ് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാൻ നശിച്ചുപോയി. കൊച്ചു കാര്യമല്ലത്. അല്ലാഹ് അറിയാതെ നിന്റെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ
നീ അതിനു പോലും അള്ളാഹുവിനോട് നീ ചോദിക്കണമെന്നും നിനക്ക് കാലിൽ മുള്ളു തറച്ചാൽ അത് നിന്റെ ഒരു പാപം പൊറുക്കാനാണെന്നും പഠിപ്പിക്കുന്ന വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് ആരെയെങ്കിലും സുഖിപ്പിക്കാൻ അമേരിക്കയിലായതുകൊണ്ട് അത് ശിക്ഷയല്ല, അല്ലെ അറേബ്യയിലായതുകൊണ്ട് അത് ശിക്ഷയല്ല എന്ന് പറയുകയല്ല വേണ്ടത്. വളരെ കൃത്യമായി ഇതിൻ്റെ വിദഗ്ധന്മാർ പലതും പറയുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനകം ഘട്ടം ഘട്ടങ്ങളായി അളന്നു മുറിച്ച അളവിൽ ആദ്യം വേനൽ, പിന്നെ വരൾച്ച, ശേഷം തീ, ഇങ്ങനെ എന്നിട്ട് അവർ പറയുന്നത് ഇതെല്ലാം കൂടി ഒരുമിച്ച് ആരും അറിയാത്ത അനുപാതത്തിൽ ചേർന്നു വന്ന് പിടിച്ചു നിർത്താനാവാത്ത വിധത്തിലൊരു രാജ്യത്തിൻ്റെ പാർപ്പിട സമുച്ചയങ്ങൾ മനുഷ്യൻ്റെ തീർന്നു പോകുന്നത്, അവൻ എന്നിട്ട് പൊട്ടിക്കരയുന്നതിലെ വമ്പന്മാർ പോലും പൊട്ടിക്കരയുന്നത്. തീർച്ചയായും അള്ളാഹു അറിയാതെയാണെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അവൻ്റെ സുഖദുഃഖങ്ങളിൽ അള്ളാഹുവിന് ഒരു ഇടപെടലുമില്ലെന്ന് നമ്മൾ വിശ്വസിച്ചു പോയോ? വൽ ഖദർ ഖൈരിഹി വ ശർരിഹി മിനല്ലാഹ്, വിധികളെല്ലാം അതിലെ നല്ലതും തീയതും തിന്മയും അള്ളാഹു അറിഞ്ഞിട്ടാണെന്നുള്ള ഈമം പോയോ? അപ്പോൾ അള്ളാഹ് അറിഞ്ഞിട്ട് തന്നെ. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ തൽക്കാലം. പ്രിയപ്പെട്ടവരെ, ഏതൊരു അദാബ് അള്ളാഹുവിൽ നിന്ന് വന്നാലും, ഏതൊരു അദാബ് അള്ളാഹുവിൽ നിന്ന് വന്നാലും ആ അദാബുകളൊക്കെ അത് അനുഗ്രഹമായി മാറും. മനുഷ്യർ അതിനനുസരിച്ച് അതിനോട് ആ അദാബുകളോട് പ്രതികരിച്ചാലെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരുപാടിടത്ത് പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നു, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക്, മുമ്പുള്ള ജനങ്ങളിലേക്ക് ദൂതന്മാരെ നാം അയച്ചിരുന്നു. ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വല്ലറാഇ, നാം അവരെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കൊണ്ട് അവരെ പിടികൂടി. കഷ്ടപ്പാട് ദുരിതങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. ലഅല്ലഹും യല്ലറഊൻ, കഷ്ടപ്പാടും ദുരിതവും തരുന്നത് എന്തിനാ? അവർക്ക് മനസ്സ് പാകമാകാനാണ്, അവർ നന്നാകാനാണ്, അവർക്ക് വിനയമുണ്ടാകാനാണ്, അവരുടെ അഹങ്കാരമൊന്ന് തകർന്നു പോകാനാണ്. ഇനിയും ഈ അമേരിക്കൻ ഹുങ്കിനി അഹങ്കാരത്തിന് തകർച്ചയുണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ ലോകത്തിന് എന്ത് ചെയ്യാനാ? അതുകൊണ്ട് അവരും നന്നാകാനാ. അവർക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ, അള്ളാഹ് മാനസാന്തരം അവർക്ക് കൊടുക്കട്ടെ, അധികാരികൾക്കും കൊടുക്കട്ടെ. അങ്ങനെ ദുരന്തങ്ങളിൽ നിന്ന് അവരെയും ലോകത്തെയും അള്ളാഹു കാക്കട്ടെ. അള്ളാഹ് പറയാ, ഫലൗലാ യജാഅഹും ബഅസുന, നമ്മുടെ ശിക്ഷ വന്നപ്പോൾ തളറഊ, അവർക്കൊന്ന് വിനയം കാണിക്കാമായിരുന്നില്ലേ? ശിക്ഷ വന്നാൽ തീർന്നു എന്നല്ല, ശിക്ഷ വന്നാൽ വിനയം കാണിക്കാമല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് റിക്കവർ ആകാമല്ലോ. ശിക്ഷ വന്നപ്പോൾ അവർക്കൊന്ന് വിനയപ്പെടാമായിരുന്നില്ലേ? തളറഊ വലാക്കിൻ ഖസത്ത് ഖുലൂബുഹും, പക്ഷേ അവരുടെ ഹൃദയങ്ങൾ പിന്നെയും കടുത്തു പോവുകയാണല്ലോ ചെയ്തത്. വസയ്യന ലഹും ശൈത്താനു മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം നല്ലതാണെന്ന് ചെകുത്താൻ അവർക്ക് തോന്നിപ്പിച്ചുവല്ലോ. ഞങ്ങൾ ചെയ്തൊക്കെ ശരി തന്നെയാണ് എന്ന് ഈ സംഭവത്തിന് ശേഷവും അവർ വിചാരിക്കുകയാണെങ്കിൽ അവരെ രക്ഷിക്കാൻ ആർക്കുമാവില്ല. സാമ്രാജ്യത്വത്തിൻ്റെ തകർച്ചയുടെ കഥകളാണ് സൂറത്തുൽ ഫജ്റിലൂടെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതിനിടയിലാണ് ഇതൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് ഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു അമേരിക്കൻ വിരോധം കൊണ്ടല്ല, അവരവരുടെ അക്രമം നിർത്തി അവരൊന്ന് ദൈവത്തിൻ്റെ മുമ്പിലൊന്ന് കുനിഞ്ഞിരുന്നെങ്കിൽ. ഇതാണ് ശിക്ഷകൾ നൽകുമ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അത് അമേരിക്കയ്ക്കായാലും അറേബ്യക്കായാലും അത് ഇന്ത്യക്കായാലും കേരളത്തിനായാലും വയനാടുകാരനും ആലുവക്കാരനും ഒക്കെ ഒരുപോലെ ബാധകമായ ഒരു തത്വമാണ്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ആയുധങ്ങളാണ്. സൂറത്തുൽ വാഖിഅയിൽ നമ്മൾ പറഞ്ഞ തീയാണ് അള്ളാഹു ഉപയോഗിച്ച ആയുധം. അഫറഅയ്തുമുൻ നാറല്ലത്തി തൂറൂൻ, മാ ആണ് അള്ളാഹു ഉപയോഗിച്ച ആയുധം. ആവശ്യം പോലെ മഴ പെയ്യേണ്ടടുത്ത് പെയ്യിച്ചു, പിന്നെ അള്ളാഹു ഉണക്കി കൊടുത്തു. അതുപോലെ തന്നെ ആധുനിക മോഡേൺ വെപ്പൺസിനേക്കാൾ എപ്പോഴും അള്ളാഹു ഉപയോഗിക്കുന്നത് ഓൾഡ് വെപ്പൺസാണ്. ആണവ റിയാക്ടറുകൾ പ്രളയത്തിലാണ്, സുനാമിയിലാണ് അള്ളാഹു താല ജപ്പാൻ്റെത് തകർത്തതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അമേരിക്കയെ ഇപ്പോൾ വേട്ടയാടുന്നത് തീയാണെങ്കിൽ ഇത് പഴയ വെപ്പണ. ഈ വെപ്പണിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കൊള്ളാവുന്ന ഒരു വെപ്പണും മോഡേൺ വെപ്പണും ഇല്ല എന്ന് വീണ്ടും വീണ്ടും 10 ദിവസം പിന്നിട്ടിട്ട് ലോകം തെളിയിച്ചുകൊണ്ടിരിക്കുക. എത്ര ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നാലും പകച്ചു നിൽക്കാനല്ലാതെ ലോകത്ത് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഭൗതിക ശക്തിക്ക് കഴിയുന്നില്ലെന്നൊരു പാഠമെങ്കിലും ഇതിൽ നിന്ന് നമ്മൾ പഠിച്ച് ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികതയുടെയും പേരിൽ അവൻ്റെ ആയുധങ്ങളെ വെല്ലുവിളിക്കാതിരിക്കുക. അവൻ്റെ ആയുധം വെറും മണ്ണാണ്, വെറും തീയാണ്, വെറും വായുവാണ്, കാറ്റാണ്.
അതുപോലെ മണ്ണാണ്, തീയാണ്, വെള്ളമാണ്, കാറ്റാണ്. അതെന്നും അള്ളാഹു ഉപയോഗിച്ച ഇന്നലകളിൽ നാളെയും ഇന്നും ഉപയോഗിക്കാൻ അള്ളാഹു വെച്ചിരിക്കുന്ന അവൻ്റെ ആ വനാഴിയിലെ ആയുധങ്ങളാണ്. അതാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. ഈ ഓർമ്മകൾ അമേരിക്കയെ പിടിക്കാമെങ്കിൽ നമ്മളെ അള്ളാഹ് പിടിക്കുന്നതിന് താമസമൊന്നുമില്ല. ആരും സ്വപ്നം കണ്ടില്ലല്ലോ ഈ തീ പടരുന്നതിനൊരു സെക്കൻഡ് മുമ്പ് അമേരിക്കയ്ക്ക് ഇങ്ങനെ ഒരു ദുരന്തമായിരുന്നു. സ്വപ്നം കണ്ടോ? അതുകൊണ്ട് അപ്രതിവഹും ലാ യശ്ഉറൂൻ, അവരറിയുക പോലും ചെയ്യാതിരിക്കെ അള്ളാഹുവിൻ്റെ അദാബ് വരുന്നതിനെ ഭയപ്പെടുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ എന്ന ദുആയോടെ